AIYFനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയിൽ കണ്ണൂർത്തിയുടെ മണ്ണിൽ ഇത്തരത്തിൽ വർഗീയവാദികൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള വിധത്തിൽ കേരളത്തിന്റെ മതേതര അന്തരീക്ഷം തകർക്കുവാൻ, മതസൗഹാർദ്ദം തകർക്കുവാൻ നിരന്തരമായി ആഗ്രഹിക്കുന്ന വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് പച്ചപ്പരവതാനി പിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായി ഈ രാജ്യത്തെ സമസ്ത ജനവിഭാഗങ്ങളുടെയും ജീവിതം സംരക്ഷിക്കുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു തീരുമാനം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എടുത്തപ്പോൾ അതിനെ തുടർന്ന് വർഗീയവാദികൾക്ക്, മതമൗലികവാദികൾക്ക്, സംഘപരിവാരങ്ങൾക്ക് വർഗീയ പ്രചരണം നല്ലവണ്ണം നടത്തുവാനുള്ള ഒരവസരം ഉണ്ടായപ്പോൾ അത് തുറന്നു പറയുവാനും ഇനിമേലിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകരുത് എന്ന താക്കീത് നൽകുവാനും അതിനോടൊപ്പം തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ജനവിഭാഗത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റുവാനും വേണ്ടിയാണ് ഭരണഘടനാ സംരക്ഷണ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും AIYFന്റെയും സംഘടന ഇതുമായി ബന്ധപ്പെട്ട് ദീർഘമായ വർത്തമാനം നടത്തും എന്നതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായ ഒരു വർത്തമാനത്തിന് മുതലുമില്ല. ശാരീരികമായും ചെറിയ ഒരു പ്രയാസമുണ്ട്, അതിൽ നേരം സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി. ആ സാംസ്കാരിക കേരളത്തിന്റെ മണ്ണിലേക്കാണ് വിഷം കടത്തിവിടുവാൻ പലരും ആഗ്രഹിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സെന്റ് റീത്ത സ്കൂളിൽ നടന്ന സംഭവം അവർക്ക് പണ്ട് ശബരിമല സംഭവം ഉണ്ടായപ്പോൾ പറഞ്ഞത് ആ വാക്ക് നമ്മൾ കടമെടുത്ത് പറയുകയാണ്. സുവർണ അവസരം അവർക്ക് ലഭിച്ചു. ഇവിടെയും ആ സുവർണ അവസരം വിനിയോഗിക്കുവാൻ BJPക്ക്, സംഘപരിവാരങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള നല്ല കുബുദ്ധിയാണ് പ്രവർത്തിച്ചു വരുന്നത്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾ കേരളത്തിലുടനീളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നില്ല. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസം അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ നാനാജാതി മതസ്ഥർക്കും അത്തരത്തിൽ അവരവരുടെ വിശ്വാസം സംരക്ഷിക്കുവാനും അവരവരുടെ വിശ്വാസപ്രകാരമുള്ള വസ്ത്രം ധരിക്കുവാനുമുള്ള അവകാശമുണ്ട്, അതിനുള്ള അനുമതിയുമുണ്ട്. ഏത് സ്ഥാനത്തിലാണ്? നമുക്കറിയാം, നാനാത്വം നിറഞ്ഞ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെയൊക്കെ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾക്ക് തന്നെ പ്രത്യേകമായിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരുടെ നിയമസംഹിതയിൽ തന്നെ അവർക്ക് ചില പ്രത്യേകമായിട്ടുള്ള ചില സവിശേഷമായ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും സംരക്ഷിക്കുവാൻ വേണ്ടി ഈ രാജ്യത്തെ സ്നേഹിച്ച മഹാരഥന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ, നമ്മുടെ ജനകീയ നേതാക്കന്മാർ, അവരെടുത്ത തീരുമാനമായിരുന്നു. സിഖ് സമുദായത്തിലുള്ള സഹോദരന്മാർക്ക്